അന്വേഷണത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ഇ.പി. ജയരാജൻ ഇപ്പോഴും പ്രതികരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കേന്ദ്ര ഏജൻസി നിങ്ങൾക്ക് ഇടുന്ന ആരൊക്കെ നിങ്ങൾ ആരൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ ഞാനപ്പോൾ നോക്കിയിട്ട് പറയാം. ശ്യാം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്യാം, ഇനിയിപ്പോൾ ഈ CPM നേതാക്കളൊന്നും മറുപടി പറയേണ്ട രീതിയിലേക്കല്ല, കാര്യങ്ങൾ നേരെ വീണയിലേക്ക് തന്നെ എത്തുകയാണ്. വീണ വിജയൻ തന്നെ മറുപടി പറയേണ്ട രീതിയിലേക്ക്, വീണ തന്നെ വിശദീകരണം നൽകേണ്ട രീതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും വീണയ്ക്കെതിരായിട്ടുള്ളത്? പക്ഷേ സ്വാഭാവികമായിട്ടും ഈ മാസപ്പടി വിവാദം വന്ന ഘട്ടത്തിൽ പോലും ആദ്യഘട്ടത്തിൽ ഈ വീണയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ചെയ്ത സേവനത്തിന് തന്നെയാണ് പണം കൈപ്പറ്റിയതെന്നായിരുന്നു അന്ന് വ്യക്തമാക്കിയത്. പക്ഷേ അതിനുശേഷം ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പറയുകയുണ്ടായി ചെയ്യാത്ത സേവനത്തിനാണ് ഈ പണം കൈപ്പറ്റിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നീട് ഇവരാരും തന്നെ ഇതിൻ്റെ ഒരു രംഗത്തേക്ക് എത്തിയിട്ടില്ല. ഇത് സംബന്ധിച്ച് വ്യക്തമായ രീതിയിൽ ഒരു മറുപടി പറയാനോ എന്താണ് എന്നത് കൃത്യമായ രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ വ്യക്തമാക്കാനോ ഇവർ തയ്യാറായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇത് സംബന്ധിച്ച് വിശദമായൊരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം നീങ്ങുന്നത്. 3 അംഗ സമിതിയാണ് അന്വേഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇത് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അത് FIR ഇടേണ്ടി വരും. ഒരുപക്ഷെ വേണമെങ്കിൽ ഈ 3 അംഗ അന്വേഷണ സമിതിക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ രീതിയിൽ ഇതിൻ്റെ ക്രമക്കേടുകൾ കണ്ടെത്തി ആ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് ഏജൻസികളെ കൊണ്ട് ഇത് വിശദമായിട്ട് അന്വേഷിപ്പിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇതിനകത്ത് കള്ളപ്പണ ഇടപാടുകളും മറ്റും നടന്നിട്ടുണ്ട് എങ്കിൽ EDക്ക് വേണമെങ്കിൽ ഇത് സംബന്ധിച്ച കേസ് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള മാനങ്ങൾ തന്നെ ഇനി അങ്ങോട്ടുണ്ട്. വരാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതാണ് ഇനി സ്വാഭാവികമായിട്ടും CPM സംബന്ധിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്.